ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കുറച്ച് നാളുകളായി ബിഗ് ബോസ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന അസുലഭ സുന്ദര മുഹൂർത്തം ആഗതമായി. ലൈവിൽ ഏറെക്കുറെ രാവിലെ തന്നെ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞതാണ് ഗബ്രിയുടെ ആ എൻട്രി. ഒരുപക്ഷെ റീ എൻട്രിയിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു എൻട്രി. ഗബ്രി കരുതിക്കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഗബ്രിക്ക് പ്രതികാരം വീട്ടാൻ കഴിയുക പലരോടും. അതിസുന്ദരനായി സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് വളരെ അട്രാക്റ്റീവായ ലുക്കിലാണ് ഗബ്രി എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഗബ്രിയുടെ ഒരു എൻട്രി വിഷുവിന് വിഷുക്കണി കാണുന്ന ഒരു പ്രതീതിയായിരുന്നു. അതായത് ഉറക്കത്തിൽ കിടക്കുന്ന ജാസ്മിനെ രതീഷ് എണീപ്പിച്ച് അടുക്കളയിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ വിഷുക്കണി കാണുമ്പോൾ ശ്രീകൃഷ്ണനെ മനസ്സിൽ വരുന്ന പോലെ അവിടെ സുന്ദരനായി ഗബ്രി ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് ഒന്നേ ജാസ്മിൻ നോക്കിയുള്ളൂ. അതിനുശേഷം ഓടിപ്പോയി പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് കണ്ടത്. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഏതാണ്ട് 1 മിനിറ്റും 17 സെക്കൻഡും നീണ്ടിരിക്കുന്ന ഒരു ദീർഘ കെട്ടിപ്പിടി മാത്രമാണ് ഉണ്ടായത്. കടിയും നക്കലും ഉമ്മൊപ്പും ഒന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ രാത്രിയിൽ ഗബ്രി അവിടെ തങ്ങുകയാണെങ്കിൽ ഗബ്രിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള തനത് കലകൾ ഗബ്രി പുറത്തെടുത്തേക്കാം. ഇതിനിടയിൽ കട്ടിലിരുന്ന് ദീർഘനേരം സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ജാസ്മിൻ പലകുറി ഗബ്രിയെ തൊടുകയും തടവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഗബ്രി വളരെ അകലം പാലിച്ച് വളരെ ഡിസിപ്ലിനായിട്ട് വളരെ മെച്യൂർഡായിട്ടാണ് ഇരിക്കുന്നത്. ഗബ്രി ആരെയോ ഭയക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ജാസ്മിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പലരും ജാസ്മിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഒരു യഥാർത്ഥ പ്രണയമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ ഗബ്രി അല്ലാതെ ജാസ്മിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പഴയ കാമുകന്മാരെ ഒന്നും ജാസ്മിൻ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. ഗബ്രി എന്ന ഒരു വ്യക്തി ജാസ്മിൻ്റെ ഉള്ളിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എനിവേ മുൻപുണ്ടായിരുന്ന കാമുകൻ ചതിക്കപ്പെട്ട് അയാളെ ചീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അത് വളരെ തെറ്റാണ്. നിലവിൽ ജാസ്മിൻ്റെ മനസ്സിൽ ഗബ്രി കയറി കൂടിയതാണ് ഇവിടെ എല്ലാത്തിനും കാരണം. സോ അത് നമുക്ക് തെറ്റാന്നൊരിക്കലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എനിവേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ കേട്ടിരുന്ന റൂമറുകൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടവരോട് ഗബ്രി വരുന്ന വേളയിൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ലെന്നുള്ള ഒരു മുന്നറിയിപ്പ് ജാസ്മിൻ്റെ പേരൻസ് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഗബ്രിക്ക് വാണിംഗ് കൊടുത്തിരിക്കുന്നുവെന്നാണ് ഞാൻ ഇന്നലെ അറിഞ്ഞത്. ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ലൈവിൽ നമ്മളെ കാണിച്ചിട്ടില്ല. ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് സാധാരണ കിട്ടുന്ന സൂചനകൾ പോലെ കിട്ടിയതാണ്. എനിവേ വാണിംഗ് കൊടുക്കുന്ന ഇനി കാണിക്കുമെന്നറിയില്ല. എനിവേ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ അവിടെ ചെയ്തിരുന്നു. അതിന് വാണിംഗ് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. റസ്മിന് കഴിഞ്ഞ ദിവസം വാണിംഗ് കൊടുത്തിരുന്നു. സോ വലിയ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നം ഇവിടെ ഉണ്ടായിരുന്നത് ഗബ്രി പഴയ പോലെ ഒരു കാമക്കടുവയായി മാറുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. എന്നാൽ അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഗബ്രി കുറച്ചുകൂടെ മെച്ചുറായിരിക്കുന്നു. വളരെ ഡിസിപ്ലിനായി ഈ ഒരു എൻട്രി ഗബ്രി കൈകാര്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായേക്കാം. നമുക്കറിയാം ജാസ്മിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. സോ ജാസ്മിൻ വളരെ സോഷ്യലായി എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ ഈ ഒരു അവസ്ഥയിൽ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായാൽ പോലും ഗബ്രി അത് കൺട്രോൾ ചെയ്ത് അത് മാനേജ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ വാണിംഗ് ഗബ്രിക്ക് ഗുണമായി എന്നാണ് മനസ്സിലാക്കുന്നത്. എനിവേ വളരെ സുന്ദരമായ ഒരു എപ്പിസോഡായിരിക്കാം ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഗബ്രിയുടെ ആ ഒരു നിൽപ്പ് തന്നെ നോക്കുക. അസലൊരു കാമക്കടുവയായി ഗബ്രി മാറുമോ എന്ന് പ്രേക്ഷകർ സംശയിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. ഇനി ഭയക്കേണ്ടത് രാത്രിയിലാണ്. രാത്രിയിൽ റസ്മിനും ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് വരുന്ന ആ ഒരു സന്ദർഭങ്ങളിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള ഒരു ഭയത്തിൻ്റെ പുറത്തായിരിക്കാം ഗബ്രിക്ക് വാണിംഗ് കൊടുത്തതെന്ന് അറിയാൻ സാധിക്കുന്നത്. ലൈവിൽ കാണിക്കുമെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വോട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ ജിൻഡോ തന്നെയാണ് ഏറ്റവും മുന്നിൽ. ജിൻഡോ അട്ടിമറിച്ചുകൊണ്ട് അർജുൻ കയറി, അല്ലെങ്കിൽ ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ വോട്ടാണ് എന്നൊക്കെ പ്രചരണം നടക്കുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങളാണ്. ഇതുവരെ ജിൻഡോയുടെ അടുത്തൊന്നും ആർക്കും എത്താൻ സാധിച്ചില്ല. ജിൻഡോ തന്നെയാണ് ഏറ്റവും മുന്നിൽ. ഈ സീസണിൽ ഒരു ഘട്ടത്തിലും ജിൻഡോയെ പിന്തള്ളാൻ ഒരു മത്സരാർത്ഥിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. സോ വോട്ട് കൊടുക്കുന്നവർ എന്ന് കരുതി വോട്ട് തീർച്ചയായും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക അവരുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക്. എനിവേ ഗബ്രിയുടെ ഈ ഒരു റീ എൻട്രിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. രാത്രിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ത് അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.